പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, ജയസൂര്യ, ദുൽഖർ സൽമാൻ, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ആരാ? ആസിഫ് അലി, ആ പിന്നെ നിവിൻ പോളി. ആ എടി എന്റെ മോൻ വന്ന ഇവരൊക്കെ ഔട്ടാ. ശരിയാ. എന്റെ മോൻ സിനിമ വന്നിട്ട് വേണം എനിക്കൊരു വെലസാൻ. എനിക്ക് ഇനി ഈ കാരവൻ എന്ന് പറഞ്ഞാൽ എന്താടി? അത് മമ്മി, ആ കാരവൻ എന്ന് പറഞ്ഞാണ്ടല്ലോ, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാത്റൂം വരെ അതിലുണ്ട്. ഓടുന്ന വണ്ടിക്ക് എന്തിനാടി ബാത്റൂം? ഓടുന്ന മമ്മി എന്തേ പറയുന്നത്? എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാത്റൂം ഒക്കെ വേണ്ടേ? അവർക്ക് വീട്ടിൽ പോയിട്ട് വരാമല്ലേ? വീടൊക്കെ എത്ര ദൂരമായിരിക്കും. അത് മാത്രം ഇത്രയും വലിയ സ്റ്റാർസ് അല്ലേ. പോയിന്റ്. ജോഷി സാറിന്റെ പടത്തിൽ അവനെ സെലക്ട് ചെയ്തിട്ട് വേണം എനിക്കൊരു കാരവൻ മേടിക്കാൻ. അതിന് കയറി ഞാൻ വിലസത് എല്ലായിടത്തും കാരവനിലെ പോകുള്ളൂ. നോക്കിയോ. ശരി, അതൊരു വെയിറ്റ് ആയിരിക്കും നമുക്ക്. ഓ, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ വിധുവിന്റെ മുമ്പിൽ പോയി അട്ടഹസിച്ച് ചിരിക്കാൻ. അവരൊന്ന് സ്റ്റാർ ആയിട്ട് വേണം എനിക്ക് ആദ്യമായിട്ടൊരു 1-2 റോളൊക്കെ മേടിച്ചു കൊടുക്കാൻ. മീശയില്ലാത്തവന് എന്ത് റോള് മേടിച്ചു കൊടുക്കാനാ? മീശ ഇല്ലാത്തവർക്ക് അഭിനയിക്കണ്ടേ മമ്മി? പാവം, മീശ ഇല്ലെന്നും പറഞ്ഞ് ഇന്നലെ ഒരുപാട് കരഞ്ഞു. എനിക്കും വിഷമം വന്നു. എന്തോ മീശയില്ലെന്നൊക്കെ പറഞ്ഞോളൂ കരയുന്നേ? ആ, വിഷമം വന്നാ പിന്നെ കരയണ്ടേ മമ്മി? പാവം. എടി, ഇനി അവനെങ്ങാനും ഈ സിനിമാക്കാരികളെ ആരെങ്കിലും കല്യാണം കഴിക്കൂ? അത് മമ്മിക്ക് അറിയത്തില്ലേ? ഇപ്പോഴത്തെ സിനിമാ നടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയും വിവരവാ. എന്റെ ചെറുക്കിന് ബുദ്ധിയും വിവരം ഇല്ലേ? അങ്ങനെയല്ലേ മമ്മി, അവർക്ക് നല്ല ബുദ്ധിയും വിവരമാണ്. അതായത് ഇവരെക്കാളും കൂടുതലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഇനി പ്രേമിക്കാൻ പറ്റോ ചെയ്താ? അതിനുള്ള ബോധമൊന്നുമില്ല. എന്ത് ഈ പറയുന്നേ? ആ പൊട്ടൻ എന്ത് ബോധവാ? അതിനു വേണ്ടി നിനക്ക് പ്രേമിക്കാനുള്ള ബോധം ഉണ്ടല്ലോ. അതുണ്ട്. മമ്മിയുടെ അല്ലേ മോള്? മമ്മി പറഞ്ഞോളൂ. നോക്കിയോ നീ? മമ്മി, ഞാനെന്ന് ഇറങ്ങട്ടെ. എനിക്ക് മമ്മിയുടെ അനുഗ്രഹം വേണം. അയ്യോടാ, എന്റെ പൊന്നു മക്കള് വാടാ. വിജയിച്ചിട്ട് വാടാ. ഓൾ ദി ബെസ്റ്റ്. നിന്റെ കാല് ഞാൻ പിടിക്കണം. കാലവാരി ഞാൻ നിലത്തിറക്കത്തുള്ളൂ കേട്ടോ. എടി, നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ നിന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്തേക്ക്. നീ അതിനിടയ്ക്ക് ട്രീറ്റ് ചെയ്യുവല്ലേ? നിനക്കല്ലാണ്ട് പിന്നെ ഞാൻ ആർക്ക് ട്രീറ്റ് ചെയ്യാനാ? എന്താടാ അത്? പോയി നോക്ക്. സർപ്രൈസ് ആണ്. മമ്മി, മമ്മിക്ക് ഞാൻ സിനിമയിൽ കയറി ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വലിയൊരു ട്രീറ്റ് ചെയ്യും. സൂപ്പർ സ്റ്റാർ ആവട്ടെടാ. എന്റെ മക്കളെ, എന്നാണ് ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്? നിനക്ക് കളർഫുൾ ആയിട്ടുള്ള ഷർട്ട് എത്ര എണ്ണം ഇടാൻ മേലായിരുന്നോ? മമ്മി, ഈ പെട്ടി ഫുള്ള് ഡ്രസ്സാ. അവിടെ ഓഡീഷൻ നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് സന്ദർഭത്തിനനുസരിച്ചുള്ള ഷർട്ട് ഇട്ടാലേ ജോഷി സാറിന് ഒരു ഇത് കിട്ടുന്നുള്ളൂ. അപ്പൊ പ്രാർത്ഥിക്കണം. നല്ല സ്നേഹമുള്ള അനിയൻ. എന്നാലും എനിക്ക് എന്തായിരിക്കും വെച്ചേക്കുന്നത്? ഞാൻ പോയി നോക്കട്ടെ. മാറിന്നേ. ഹായ് മമ്മി, അടിപൊളി. ഇത്രയും വലിയ ഗിഫ്റ്റാണോ ദൈവമേ എനിക്ക് കണ്ണു വെച്ചത്? അയ്യോ, എന്ത് രസമുണ്ട് കാണാൻ. മാറിക്കടി. എന്താ? നോക്കട്ടെ. മമ്മി നോക്കട്ടെ. മമ്മി തൊടണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, ഇത് എന്റെ ഗിഫ്റ്റാ. മമ്മി എന്തിനാ തൊടുന്നേ? എന്നാ പിന്നെ നീ തുറക്കും. മീനാക്ഷി, മീശയിലൊന്നുമല്ല വലിയ കാര്യം, നല്ല ആരോഗ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ താരമായി കഴിയുമ്പോ ഇതിലും വലിയ എന്തൊരു ഗിഫ്റ്റ് അവൻ എനിക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണാവോ?